ശ്രീകണ്ഠപുരം കാവുമ്പായി ധീരരുടെ രക്തം കൊണ്ട് ചുവന്ന മണ്ണിൽ സിപിഎം ശ്രീകണ്ഠപുരം ഏരിയ സമ്മേളനത്തിന് ഉജ്ജ്വല തുടക്കം. മംഗള രക്തപതാകമേൽമേൽ മർദ്ദിത ലക്ഷത്തെ കോൾമയിൽ കൊള്ളിക്കും മഞ്ജുള ചെമ്പനിൽ പൂന്തോട്ടമേ ഭാവുകദായകം ഭാവി തെളിയിക്കും ഭാസുര കാഞ്ചന കൈവിളക്കേ സീതാറാം യെച്ചൂരി നഗർ മലപ്പട്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ആരംഭിച്ച 2 നാൾ നീളുന്ന സമ്മേളനം ശനി വൈകിട്ട് വാളണ്ടർ മാർച്ചോടെയും പൊതുജന പ്രകടനത്തോടെയും സമാപിക്കും. മുതിർന്ന അംഗം KM ജോസഫ് പതാക ഉയർത്തിയതോടെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് കേരളം വളർന്നു വികസിക്കുന്നു. ജനങ്ങൾ ഗവൺമെന്റിന് പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്നു. കേരളത്തിലെ ഏറ്റവും പൊതുവിഭാഗത്തിലുള്ള പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു. 2 വർഷം കൂടി കഴിയുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ പരിഹരിക്കും. വികസനം ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് നമ്മെ ശ്വാസം പഠിപ്പിക്കാൻ, നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ പഠിപ്പിക്കാൻ കോൺഗ്രസിന്റെ കൂടി സഹായത്തോടുകൂടി BJP ഗവൺമെന്റ് ഒരു സഹായങ്ങൾ നൽകുന്നില്ല. എങ്കിലും കേരളം പരമാവധി വിഭവസമാഹരണം നടത്തി ഡിഗ്രി 50% വർദ്ധിപ്പിച്ചു. പരമാവധി ആശാസോട് കേന്ദ്ര ഗവൺമെന്റ് കൃഷിക്കാർക്കുള്ള വള സബ്സിഡി റദ്ദ് ചെയ്തു. 24,000 കോടി രൂപയുടെ വള സബ്സിഡി റദ്ദ് ചെയ്തു. പക്ഷേ കേരളത്തിലെ ഗവൺമെന്റ് കൃഷിക്കാർക്ക് ആശാസം കൊടുക്കുന്നു. കൃഷിക്കാർക്കുള്ള സബ്സിഡി 24,000 രൂപയാണ്. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി വലിയ 40% വെട്ടിക്കൊടുക്കുന്നത്. ആ തൊഴിലുറപ്പ് പദ്ധതി പഠനത്തിലേക്ക് വ്യാപിപ്പിച്ചു. എല്ലാവർക്കും ആശങ്കകളുണ്ട്. 62 ലക്ഷത്തിലേക്ക് സാമ്പത്തിക പ്രശ്നമുണ്ടാകും. കേന്ദ്ര തലത്തിൽ തരാതിരിക്കുക, നമ്മൾ പരമാവധി തിരിച്ചെടുത്ത കാര്യങ്ങൾ പോവുക. 51% നികുതി കൃഷിക്കാർ തിരിച്ചെടുത്ത് രാജ്യഭരണം മെച്ചപ്പെടുത്തിയില്ല. എത്രമാത്രം എതിർപ്പുകളുണ്ടായി നമ്മൾ കാര്യം ഭംഗിയായി. അതൊന്നും കേരളത്തിലെ വലതുപക്ഷത്തിന് സഹിക്കുന്നില്ല. UDF, BJP എല്ലാ വലതുപക്ഷത്തിന്റെ ശക്തികൾ, ആ ശക്തികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇടതുപക്ഷ മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ, തടയാൻ മാധ്യമങ്ങൾ ഉപയോഗിക്കുകയാണ്. മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം. മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനവിശ്വാസത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ആഴത്തിലുള്ള പ്രതീക്ഷയും ചിന്തയുമുണ്ട്. ആ മനസ്സിലേക്ക് വിഷം നടത്തിയുള്ള മാധ്യമത്തെയാണ് ഉപയോഗിക്കുന്നത്. അതിന് മാധ്യമങ്ങൾ വാർത്ത സൃഷ്ടിക്കുകയാണ്, വാർത്ത ഉണ്ടാക്കുകയാണ്, ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കുകയാണ്. MC ഹരിദാസൻ താൽക്കാലിക അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി MC രാഘവൻ രക്തസാക്ഷി പ്രമേയവും അനിൽകുമാർ ആലത്തുപറമ്പ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. തളിപ്പറമ്പ് ശ്രീകണ്ഠപുരം ഇരട്ടി മൈസൂർ റോഡ് നാഷണൽ ഹൈവേയായി ഉയർത്തണമെന്ന് CPM ശ്രീകണ്ഠപുരം ഏരിയ സമ്മേളനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. MC ഹരിദാസൻ, കൺവീനർ BM ഷംസുദ്ദീൻ, T ശ്രീജ, KV ജിതിൻ എന്നിവരടങ്ങുന്ന പ്രസിഡിയമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത്. ഏരിയ സെക്രട്ടറി MC രാഘവൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ പൊതുചർച്ച ആരംഭിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P ജയരാജൻ, വത്സൻ പാനോളി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M സുരേന്ദ്രൻ, TK ഗോവിന്ദൻ, PV ഗോപിനാഥ്, KV സുമേഷ് MLA, ജില്ലാ കമ്മിറ്റി അംഗം M കരുണാകരൻ, സാജൻ K ജോസഫ്, K സന്തോഷ് എന്നിവർ
പങ്കെടുക്കുന്നു. സ്വാഗത സംഘം ചെയർപേഴ്സൺ KP രമണി സ്വാഗതം പറഞ്ഞു. സമ്മേളനത്തിൽ 16 ലോക്കലുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 150 പ്രതിനിധികളും 22 ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 172 പേർ പങ്കെടുക്കുന്നുണ്ട്. സമ്മേളന സമാപനത്തോടനുബന്ധിച്ച് ശനിയാഴ്ച വൈകിട്ട് 4-ന് മലപ്പട്ടം വളയം വെളിച്ചം കേന്ദ്രീകരിച്ച് ചുവപ്പ് വളണ്ടിയർമാരുടെ മാർച്ചും പ്രകടനവും നടക്കും. വൈകിട്ട് 5-ന് മലപ്പട്ടം സെന്ററിൽ മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം.